കാര്യം കഴിയുമ്പോൾ പിന്നെ പിന്നെ അവർ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ കിട്ടാതാകുമ്പോൾ ഉണ്ടാകുന്ന വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അതാണ് ആദ്യം പരിശോധിക്കേണ്ടതെന്ന് ആലോചിക്കണം. ഇത്രയും പീരീഡ് ഈ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ 25 വർഷം 30 വർഷത്തെ പുറകോട്ട് പോകേണ്ട എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. കാരണം ഈ പരാതിപ്പെടുന്നവർ അവരുടെ യൗവനം, അവരുടെ യുവത്വമുള്ള കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ അന്ന് പറയാതെ അവർക്ക് എല്ലാം നഷ്ടപ്പെടില്ല എന്ന് ബോധ്യമായപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അലക്ക് എന്ന് മനസ്സിലാക്കുന്നില്ല. അത് അവരുടെ അവകാശമാണ്, അവർ ചെയ്തോട്ടെ, വേണ്ട എന്നുള്ളതല്ല. അങ്ങനെ ചെയ്യുമ്പോഴും അതിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിക്കുമ്പോൾ ഹേമ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ട് സർക്കാർ പരസ്യപ്പെടുത്തുമ്പോഴും ആ സർക്കാർ പരസ്യപ്പെടുത്തുമ്പോൾ അതിൽ കാണിക്കേണ്ടത് സത്യമായിട്ട് എല്ലാവരുടെയും പേരുകൾ പുറത്തുവിടാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം. അതിൽ വമ്പന്മാരെന്നോ സൂപ്പർ സ്റ്റാറുകളെന്നോ മെഗാ സ്റ്റാറുകളെന്നോ സഹനടനെന്നോ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടോ, ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. ആര് എന്നുള്ളത് പിന്നെയാണ് വരുന്നത്. ഈ രണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തവൻ്റെ ലിസ്റ്റാണ് കൊണ്ടുവരുന്നത്. അതിന് ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിക്കുക എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പുതിയ പറയുന്ന പോലെ നോഡൽ ഓഫീസർക്ക് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കണോ വേണ്ടയോ എന്ന് വീണ്ടും ചിന്തിക്കേണ്ടതുണ്ട്. അധികാരം കൊടുക്കുകയാണെങ്കിൽ അത് നിയന്ത്രിക്കാൻ സർക്കാർ തുനിയരുത്. അവരുടെ അവകാശ പരിധിയിൽ പെടണമെന്നുള്ളതാണത്. അവർ പക്ഷേ പൂങ്കുയിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരായിരിക്കാം, ആരായാലും അവർക്ക് അതിനുള്ള പവർ കൊടുക്കണം.